ഹായ്, ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ വീഡിയോ കണ്ടിട്ട് എനിക്കിട്ടൊരു റിപ്ലൈ എന്ന് പറയുന്നത് രണ്ട് ചിരിച്ചിട്ട് ഇപ്പുറത്തൊക്കെ വെള്ളം ചാടിയിട്ടുള്ളൊരു ഇമോജി ആയിരുന്നു. അവൻ സംഭവം നാക്കിയതാണ്. പിന്നെ ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തപ്പോൾ അതും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇമോജി മാറിയിട്ട് തംസപ്പായി. മൂന്നാമത് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അതും അയച്ചു കൊടുത്തു. അപ്പോൾ തംസപ്പും ഇതൊക്കെ മാറിയിട്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് സജഷൻ വരാൻ തുടങ്ങി. എടാ ഇങ്ങനെ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്ക് എന്നുള്ള കാര്യങ്ങളായി. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. കാരണം അവർ നമ്മളെ ജഡ്ജ് ചെയ്ത് വെച്ചൊരു ഇതുണ്ടാവും, അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. അതിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളാരെയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി ജഡ്ജ് ചെയ്യരുത്, ഇവനെ കൊണ്ട് ഇത്രേ പോവുള്ളൂ, അല്ലെങ്കിൽ ഈ വരെ അവൻ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മളെ ബൗണ്ടറീസ് പുഷ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുക.